പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഗുണം പിടിക്കാതെ നമ്മുടെ കുടുംബം ഒരു അഗ്നികുണ്ഡം പോലെ ആയി തീരാൻ കാരണമാകുന്ന സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ് നമ്മളത് അറിയണതെന്നും നമ്മുടെ സ്വഭാവ ഗുണം എങ്ങനെ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2-3 കാര്യങ്ങൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. ആദ്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് മലാക്കി പ്രവാചന ഗ്രന്ഥത്തിൽ 2-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതമാണ്. ഒരുപാട് പേര് അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയൊരു വേദനയുണ്ട്. അവരുടെ വേദന ഇതാണ്: ഞങ്ങൾ കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഞങ്ങൾ ധ്യാനത്തിന് പോകുന്നു, ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നു, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നു, എന്നിട്ട് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം മലാക്കി പ്രവചനത്തിൽ 2-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: അവിടുന്ന് നിങ്ങൾ തേങ്ങി കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണുനീരും കൊണ്ട് മൂടുന്നു. കർത്താവിൻ്റെ ബലിപീഠം കണ്ണുനീരും കൊണ്ട് മൂടാൻ തക്ക വിധം അത്രയും കരഞ്ഞ് പ്രാർത്ഥിക്കുക. കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ കരഞ്ഞ് കർത്താവിൻ്റെ ബലിപീഠം കണ്ണുനീരും കൊണ്ട് മൂടാൻ തക്കവിധം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കർത്താവ് പ്രാർത്ഥന കേൾക്കുകയോ കാഴ്ചകൾ സ്വീകരിക്കുകയോ ചെയ്യാത്തത് എന്ത് എന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ തുടർന്നുള്ള വാക്യം എന്താ? അതിൻ്റെ കാരണം എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഖിയും ആയിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയോട് ചെയ്യുന്ന ഓരോ ദുഷ്കൃത്യങ്ങളും നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെ ബാധിക്കുന്നുണ്ട്. ജീവിത പങ്കാളിയെ അവഗണിക്കുക, ഭർത്താവ് ഭാര്യനെ അവഗണിക്കുക, ഭാര്യ ഭർത്താവിനെ അവഗണിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ അടിസ്ഥാനപരമായ ബന്ധമാണ്. അതിനെ അനുസരിച്ചാണ് കുടുംബത്തിൻ്റെ പുരോഗതി ഇരിക്കുന്നത്. അതിനനുസരിച്ചാണ് കുടുംബത്തിൽ പ്രാർത്ഥനകൾ അനുഗ്രഹങ്ങളായി രൂപാന്തരപ്പെടുന്നത്. അതിനനുസരിച്ചാണ് കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ കർത്താവായ ദൈവം അത്രമാത്രം വിലമതിക്കുന്നുണ്ട്. ഒരു ഭർത്താവിനുള്ള ബന്ധം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പോലെയാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഒരു ഭർത്താവിനുള്ള പെരുമാറ്റം എങ്ങനെയെങ്കിലുമുള്ള പെരുമാറ്റം മതിയെന്ന് വിചാരിക്കാൻ പാടില്ല. ഒരു ഭാര്യയോടുള്ള ബന്ധം അങ്ങനെ തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഒരു സ്ഥാനം കൊടുത്ത് ഭാര്യയോടുള്ള പവിത്രമായൊരു ബന്ധം കീപ്പ് ചെയ്യാൻ ഒരു ഭർത്താവ് അറിയണം. ഭർത്താവിന് ഭർത്താവിൻ്റെ സ്ഥാനം കൊടുത്ത് ഭർത്താവിനുള്ള പവിത്രമായ ബന്ധം കീപ്പ് ചെയ്യാൻ ഒരു ഭാര്യ അറിഞ്ഞിരിക്കണം. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ സമയം കൊടുക്കാതെ നിങ്ങളുടെ ഭാര്യയ്ക്കുള്ള സമയം കൂടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുള്ള ബന്ധത്തെ നിങ്ങൾ ദുർബലപ്പെടുത്തി കളഞ്ഞു. ഭാര്യയോട് സംസാരിക്കേണ്ട സമയം, ഭാര്യയോട് കൂടെ ഒരുമിച്ച് പള്ളിയിൽ പോകേണ്ട സമയം, ഭാര്യയോട് ഒരുമിച്ച് ധ്യാനത്തിന് പോകേണ്ട സമയം, ഭാര്യയോട് ഒരുമിച്ച് ഓരോ കാര്യത്തിന് പോകേണ്ട സമയം, ഭാര്യയുടെ സ്ഥാനത്ത് കൂട്ടുകാരനെ കൊണ്ടുപോകുമ്പോൾ നീ നിന്റെ ഭാര്യയോട് അവിശ്വസ്തതയാണ് കാണിക്കുന്നത്. ഒരു ഭാര്യയേക്കാൾ വലിയൊരു കൂട്ടുകാരനോ ഒരു ഭർത്താവിനേക്കാൾ വലിയ ബന്ധമോ? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധം, അതൊരു വ്യക്തിയോടായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സാരിയോ നിങ്ങളുടെ സ്വർണമോ നിങ്ങളുടെ ചെരുപ്പോ ആണ് പ്രധാനപ്പെട്ടെങ്കിൽ അതും ഇത് ഗണത്തിൽപ്പെട്ടത് തന്നെയാണ്. നിങ്ങളുടെ ഭർത്താവിനേക്കാൾ നിങ്ങൾ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഉറക്കമോ നിങ്ങളുടെ വിശ്രമോ നിങ്ങളുടെ ആരോഗ്യമാണെങ്കിൽ അത് ഈ അവിശ്വസതപ്പെട്ടത് തന്നെയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബങ്ങളിൽ ഭർത്താവിന് കെയറും ഭർത്താവിന് ശ്രദ്ധയും കൊടുക്കേണ്ട സമയത്ത് ഭാര്യയ്ക്ക് പരിഗണനയും ഭാര്യയ്ക്ക് ശ്രദ്ധയും ഭാര്യയോടുള്ള സാമീപ്യനോ ഒക്കെ നല്ല വിധത്തിൽ ക്രമീകരിക്കുന്നതിന് പകരം ആ സമയത്ത് അപ്പനും അമ്മയ്ക്കും സ്ഥാനം കൊടുക്കുക, ആ സമയത്ത് കൂട്ടുകാർക്ക് സ്ഥാനം കൊടുക്കുക, ആ സമയത്ത് ജോലിക്ക് സ്ഥാനം കൊടുക്കുക, ആ സമയത്ത് ഓഫീസിന് സ്ഥാനം കൊടുക്കുക, ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളിൽ മുഴുകി ഈ ബന്ധം നിങ്ങൾ അവഗണിച്ചാൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ നയിക്കുന്നത് പുരോഗതിയിലേക്കല്ല, മുന്നോട്ടല്ല നടപ്പ്, പുറകോട്ടാണ് നടപ്പ്. നിങ്ങൾ കണ്ടമാനം തലകുത്തി മറിഞ്ഞില്ലെങ്കിലും ഭർത്താവിന് അർഹമായ സ്ഥാനം കൊടുത്ത് ഭർത്താവിനെ ആദരിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ഭർത്താവിനെ സ്നേഹിക്കുകയും ഭർത്താവിനെ പരിചരിക്കുകയും ചെയ്ത് പഠിച്ചാൽ അതിൻ്റെ ഒരു അനുഗ്രഹം പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നിങ്ങൾ കണ്ടമാനം കുടുംബത്തിന് വേണ്ടി നേടിയില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യമാരെ ഒന്ന് പരിഗണിച്ച് ശ്രദ്ധിച്ച് അവർക്ക് ചില സമയം കൊടുത്ത് അവരർഹിക്കുന്ന സ്ഥാനവും സമയവും പ്രാർത്ഥനയും അനുഗ്രഹവും കൂട്ടായ്മയും സാമീപ്യം എല്ലാം കൊടുത്ത് ആ ഭാര്യയായി നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ച് ആ സ്ഥാനം കൊടുത്ത് കൊണ്ടു നടന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കണ്ടമാനം തലകുത്തി മറിയണ്ട. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബങ്ങളിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ നടക്കാൻ ദൈവം ഇടവരുത്തും. ഇന്ന് കണ്ണുനീർ കയമായി നമ്മുടെ കുടുംബങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെ അവര് അവഗണനയുടെ വലിയ അഗാധ വഴി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ബലിഷ്ഠമാകാൻ ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭർത്താവിനെ ആദരിക്കുന്ന, ഭർത്താവിനുള്ള ബന്ധത്തെ പവിത്രമായി കരുതി അനുദിനം ആ ബന്ധത്തെ വളർത്തി കൊണ്ടുവരുന്നൊരു ഭാര്യ. അനുദിനം ഭാര്യയുള്ള ബന്ധത്തെ പവിത്രമായി കരുതി, അതായത് ഒരു സ്വർണ്ണക്കടക്കാരൻ അല്ലെങ്കിൽ ഒരു വജ്ര വിൽപ്പനക്കാരൻ ഡെയിലി ആ വജ്രമോതിരം എടുത്ത് അല്ലെങ്കിൽ സ്വർണ്ണമോതിരം എടുത്ത് അല്ലെങ്കിൽ വൈഡൂര്യ മോതിരം എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് പോലെ നിൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തെ ഡെയിലി തുടച്ച് നീറ്റാക്കി ഡെയിലി അതിനെ പവിത്രമായി അതിനെ ഫ്രഷായിട്ട് അതിനെ പരിഗണിച്ച് അതിനെ വളർത്തിയെടുക്കാൻ ഒരു വ്യക്തി ഉത്സാഹിച്ചാൽ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ ജീവനും അനന്തമായ അനുഗ്രഹവും ദൈവം വർഷിക്കും. ഇത് ഉറപ്പാണ്. എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തെ തളർത്തിയാൽ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിലയ്ക്കും, മരുഭൂമി പോലെയായി മാറും. കുടുംബം ഒരു മരുഭൂമി പോലെയായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനവധി കുടുംബങ്ങളുടെ കണ്ണുനീര് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് ചെയ്താലും നേരെയാകാതെ, എന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒന്നും അനുഭവിക്കാൻ പറ്റാതെ വളരെ കഷ്ടതയിരിക്കുന്ന പല കുടുംബങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഞാൻ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന കുടുംബമാണ്. കർത്താവ് ഈ ഭവനത്തിൻ്റെ നാഥൻ, കർത്താവ് ഈ ഭവനത്തിൻ്റെ രക്ഷകൻ എന്നൊക്കെ എഴുതി വെച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഭാര്യയ്ക്കും ഭർത്താവിനും ആ ഭാര്യ ഭർത്തൃ ബന്ധത്തെ നല്ല വിധത്തിൽ തിളങ്ങുന്ന വിധത്തിൽ കീപ്പ് ചെയ്യാനായിട്ട് ഉത്സാഹമുണ്ടോ എന്ന് കർത്താവ് നോക്കുകയാണ് കുടുംബത്തിൽ വന്നിട്ട്. രണ്ടാമത്തെ ഒരു മേഖല നമ്മൾ കാണുന്നത് മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതം. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. മക്കളുടെ ഹൃദയം പിതാക്കന്മാരിൽ നിന്ന് അകന്നു പോവുക, മക്കൾക്ക് മാതാപിതാക്കന്മാരോട് സംസാരിക്കാനും മാതാപിതാക്കന്മാരോട് ഇരിക്കാനും വീട്ടിൽ കയറാനും തോന്നിയല്ല. അതിന് പകരം മക്കളുടെ ഹൃദയം അകന്ന് മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോവുക. മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹം ഇല്ലാതെയാവും, മാതാപിതാക്കളോട് ബഹുമാനവും ആദരവും ഇല്ലാത്ത മക്കള്. ഇങ്ങനെ ഒരു കുടുംബം രൂപപ്പെട്ട് കഴിയുമ്പോൾ, ഇത് സാത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ ഒരു കുടുംബം രൂപപ്പെട്ട് കഴിയുമ്പോൾ ആ കുടുംബം അഗ്നിയും ഗന്ധവും ഇറക്കി നശിപ്പിക്കേണ്ട വിധം സൊദോം ഗൊമോറ പട്ടണം പോലെ ആ കുടുംബം ദഹിപ്പിക്കപ്പെടേണ്ട ഒരു കുടുംബമായി മാറും. അതുകൊണ്ട് ദൈവം പറയാണ്, ഒരു കുടുംബം അങ്ങനെ നാശത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുമ്പോൾ, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ കടബാധ്യത ആയിരിക്കില്ല അത് എടുത്തു മാറ്റുക.
ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ കുടുംബത്തിലെ ശത്രുക്കളെ ആയിരിക്കില്ല ദൈവം ആദ്യം എടുത്തു മാറ്റുക. ഈ ശത്രുക്കൾ വരാൻ കാരണമായ, ഈ കടബാധ്യത വരാൻ കാരണമായ, ഈ നാശവും ദുരന്തവും ദുരിതങ്ങളും എല്ലാം കുടുംബത്തിലേക്ക് വരാൻ കാരണമായ ഈ ഒരു തകർച്ച പരിഹരിക്കാൻ ഒരു ദൈവവചനം കർത്താവ് കുടുംബത്തിലേക്ക് അയക്കും. ഒരു ദൈവരാജ്യ ശുശ്രൂഷകനെ കർത്താവ് കുടുംബത്തിലേക്ക് അയക്കും, ആ ദേശത്തേക്ക് അയക്കും. അങ്ങനെയാണ് മലാക്കി 4:6 രേഖപ്പെടുത്തുന്നത്. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അപ്പനും അമ്മയുണ്ടെന്നാണ്. അപ്പനും അമ്മയുള്ളത് തീരെ ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമല്ല അച്ഛനത് പറയണത്, സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമല്ല അച്ഛനത് പറയണത്. എത്ര വയസ്സായാലും ശരി അവർക്കെല്ലാം അപ്പനും അമ്മയുണ്ട്. ജീവിച്ചിരിക്കുന്നവരായിരിക്കാം, മരിച്ചവരായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളോടുള്ള ബന്ധം ഞാനും നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കടബാധ്യത വീട്ടാൻ വേണ്ടി ഓടുമ്പം, നമ്മൾ കുടുംബത്തിൻ്റെ ബിസിനസ് നേരെയാക്കാൻ വേണ്ടി ഓടുമ്പം, നമ്മുടെ കുടുംബത്തിൻ്റെ കൃഷി നേരെയാക്കാൻ വേണ്ടി ഓടുമ്പം അവിടെയല്ല ആദ്യം നമ്മൾ അധ്വാനിക്കേണ്ടത്. ഒരു കുടുംബത്തെ പടുത്തുയർത്താനോ, ഒരു ദേശത്തെ പടുത്തുയർത്താനോ, ഒരു സമൂഹത്തെ പടുത്തുയർത്താനോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്താനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി ദൈവവചനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പനും അമ്മയുമായുള്ള ബന്ധത്തെ ഞാനും നിങ്ങളും പരിശോധിക്കണം. അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം ഞാനും നിങ്ങൾ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വളരെ പെട്ടെന്ന് ആദ്യമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ബിസിനസ്സിനെ അത് ബാധിക്കും, കൃഷി അത് ബാധിക്കും, വരുമാനത്തിന് ബാധിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചത്ത് പണിയെടുക്കും. നമ്മൾ എന്ത് കൊണ്ടുവന്നാലും ആ കുടുംബത്തിൽ കൊണ്ടുവന്നാൽ തിരിച്ചെടുക്കാൻ 5 പൈസ ബാക്കി ഉണ്ടായാല. വലിയൊരു അഗ്നികുണ്ഡത്തിൽ കൊണ്ട് നിടുന്നത് പോലെ ആയിരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന സർവ്വ കാര്യത്തിൻ്റെ അവസ്ഥ. സമാധാനം ഇല്ലാതെ അങ്ങനെ അവിടെ ആ കുടുംബത്തിനുള്ളിൽ, ആ വീടിനുള്ളിൽ ജീവിതങ്ങൾ അങ്ങനെ നീങ്ങിപ്പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 6:20 മുതൽ 22 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ മകനെ, നിന്റെ പിതാവിൻ്റെ കൽപ്പന നീ കാത്തുകൊള്ളുക, നിന്റെ അമ്മയുടെ ഉപദേശം നീ നിരസിക്കരുത്. നിന്റെ അപ്പൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ചെവി കൊടുക്കണം. ആ സമയത്ത് നീ മൊബൈൽ ഫോൺ എടുത്ത് ഓടാൻ നിൽക്കരുത്. ആ സമയത്ത് നീ കടന്ന് ബഹളം വെച്ച് നീ മുക്കറയിട്ട് ആ സൈലന്റ് വല്ല കാട്ടുപോത്ത് നിൽക്കണ പോലെ നിൽക്കരുത്. നിന്റെ അപ്പനാ നിന്നോട് പറയണമെന്ന് വിചാരിച്ച് നീ അപ്പം പറയണ വാക്ക് നീ ശ്രദ്ധിച്ച് കേൾക്കണം, നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ നിലത്ത് കിടക്കണ കൈക്കല ചവിട്ടി തൂക്കണ പോലെ നിന്റെ അമ്മ ഒരു കാര്യം പറയുമ്പം നീ അത് ചവിട്ടി തൂത്ത് നീ കടന്നു പോകരുത്. നീ ചവിട്ടി പതിച്ച് നീ കടന്നു പോകരുത്. നീ ഒരു ക്ഷണം ആ സ്വരം നീ കേൾക്കണം. എന്താ പറഞ്ഞത്, എന്തിനാ പറഞ്ഞത്, ആരാ പറഞ്ഞത്? ഒരു വകതിരിവ് വേണം, ഒരു വകതിരിവ് വേണം. പന്നിക്ക് മൂക്കുത്തിയിട്ട് പോലെ നീ പോകരുത്. ഒരു വകതിരിവ് വേണം നിനക്ക്. നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും വാക്കുകൾക്ക് നീ വില കൊടുക്കണം. നീ അതിനെ കാത്തു സൂക്ഷിക്കണം. നിനക്കൊരു സ്വർണ്ണമാല കിട്ടിയാൽ നീ അത് കുളി കഴിയുമ്പോഴും, നീ അത് രാത്രി കിടക്കുമ്പോഴും, നേരം വെളുക്ക് എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നീ സ്വർണ്ണമാല നീ സൂക്ഷിക്കണില്ലേ? അതേപോലെ നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും വാക്കുകൾക്ക് നീ വില കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തത്, അവ നിന്റെ കഴുത്തിൽ ധരിക്കുക, അവ നിന്റെ ഹൃദയത്തിൽ നീ സദാ ഉറപ്പിക്കുക. കിടക്കുമ്പോൾ നിന്നെ അത് കാത്തുകൊള്ളും, ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും, നടക്കുമ്പോൾ അതിനെ നയിക്കും. നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം, ഒരു അനുഗ്രഹം നിന്റെ ചുറ്റിലും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിന്റെ ചുറ്റിലത് ഉണ്ടായിരിക്കും. നീ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഈ സഹോദരങ്ങൾ, കൂടുതലുള്ള അച്ഛന്മാരോ സഹോദരങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പം അവർ പോണ സമയത്ത് അവർ പ്രദേശത്തുള്ള ആളുകൾ അവരോട് പറയണ ഒരു കാര്യമുണ്ട്. ഇവർ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പം അവർ കാണുന്നത് വട്ടയലസിനടുത്ത് നിൽക്കണം, സ്റ്റേജിൽ വട്ടയലസിൽ നിൽക്കണം. ആരാധന നടത്തുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴൊക്കെ അടുത്ത് വന്ന് അച്ഛൻ വന്ന് നിൽക്കുക. എന്താ കാരണം? അവർ ഓരോ സമയത്ത് മഴയത്തും വെയിലത്തും വിശപ്പിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും എല്ലാ അവസ്ഥകളിലും അച്ഛൻ്റെ വാക്കിന് വില കൊടുക്കുക, അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അവരൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു സാന്നിധ്യം ദൈവം അനുവദിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും കാര്യം. നമ്മൾ വലിയ കടബാധ്യതയിൽ ചെന്ന് വിടുമ്പോൾ, നമ്മൾക്ക് ഊരാക്കുടുക്കിൽ ചെന്ന് അകപ്പെടുമ്പോൾ, ശത്രുക്കൾ മുമ്പിൽ ചെന്ന് വിടുമ്പോൾ, നമ്മൾ രക്ഷപ്പെടാൻ പറ്റാത്ത വലിയ മാരക വ്യാധികളിൽ കുടുങ്ങുന്ന സമയത്ത് അവിടെ അപ്പൻ്റെയും അമ്മയുടെയും വാക്കുകൾ നമുക്ക് ഒരു സഹായ സാന്നിധ്യമായി ദൈവം അനുവദിക്കും.
നീ കിടക്കുമ്പോൾ അത് നിന്നെ കാത്തുകൊള്ളും. നീ എഴുന്നേൽക്കുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും. ഇങ്ങോട്ട് പോ, അങ്ങോട്ട് പോകരുത്, നീ ഈ വഴി പോ, നീ ഇന്ന പാഠങ്ങൾ പഠിക്ക്, ഇന്ന പോർഷൻ പഠിച്ചാൽ മതി, ഇന്ന പുസ്തകങ്ങൾ എടുത്ത് നോക്ക്, നിന്നെ അത് ഉപദേശിക്കും. ഒരു നല്ല കൂട്ടുകാരൻ അടുത്ത് നിന്ന് ഉപദേശിക്കുന്നത് പോലെ ഈ ഒരു വാക്കുകൾ നീ കാത്തിട്ടുണ്ടെങ്കിൽ, പാരൻസിൻ്റെ വാക്കുകൾ നിനക്ക് തക്ക സമയത്ത് നിനക്ക് ചില ഉപദേശങ്ങൾ നിന്റെ നിർണായക ഘട്ടത്തിൽ തരുമെന്ന് ദൈവവചനം ദൈവമക്കൾക്ക് മുന്നറിയിപ്പ് തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പനോടും അമ്മയോടും ഉള്ള ബന്ധത്തിൽ നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു ചൈതന്യമാണ് കൃതജ്ഞത. നന്ദി. നമ്മുടെ എല്ലാ നന്മകളിലും അവരെയും പങ്കാളിയാക്കണം, നമ്മുടെ എല്ലാ സന്തോഷത്തിലും അവരെയും പങ്കാളിയാക്കണം. അവരെന്തെങ്കിലും വാക്ക് പറഞ്ഞെന്ന് വിചാരിച്ച് കടുത്ത നിലപാടെടുത്ത് അവരുള്ള ബന്ധം മുറിച്ച് നമ്മളങ്ങനെ പോകരുത്. എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ വന്നാൽ നമ്മൾ അവരുള്ള എല്ലാ തരത്തിലുള്ള ഇടപാടുകളും അവസാനിപ്പിച്ച് അവരെ നമ്മൾ ഒരു പുറജാതിക്കാരനെ പോലെ കണക്കാക്കരുത്. അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വന്നാലും കുറ്റങ്ങൾ വന്നാലും നാം മക്കൾ എന്ന നിലയിൽ അവരോട് നന്ദി നിറഞ്ഞ ഒരു ബന്ധം നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ ദേശം പൈസ കൊണ്ട് അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ തോന്നും. നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ കൃഷി ഉണ്ടായി, കുറച്ച് സംഗതി ഉണ്ടായി, കുറച്ച് വേഗം അവർക്ക് കൊടുക്കുക. അതായത് നമ്മുടെ നന്മയിൽ അവരെയും കൂടി പങ്കാളിയാക്കുക. അതാണ് അതിൻ്റെ കാര്യം. നമ്മുടെ ഉയർച്ചയിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ വളർച്ചയിൽ, നമ്മുടേതായ വിജയത്തിൽ മാതാപിതാക്കൾക്കും കൂടി പങ്കാളിത്തം കൊടുക്കുക. അവരെയും കൂടി പങ്കാളിയാക്കണം. അതിൽ ദൈവം പ്രസാദിക്കുന്നുണ്ട്, അതിൽ ദൈവം സന്തോഷിക്കുന്നുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഏതെങ്കിലും കാണാമറയത്ത്, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ തൊഴുത്തിലോ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ അപ്പനോ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഇടവകയിൽ ഒരു വലിയ ക്രൈസിസ് ഉള്ള സമയത്ത്, ബുദ്ധിമുട്ടുള്ള സമയത്ത്, നിങ്ങളുടെ ഇടവകയിൽ ഒരു സമയത്ത് നിങ്ങളുടെ വികാരിച്ചിൻ്റെ ഓരോ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ നിങ്ങൾ കൂടെ നിന്ന് സഹായിക്കുന്നു. ലോകത്ത് ഒരാളും അറിയുന്നില്ല, ഒരു പ്രതിഫലവും ഒരു സമ്മാനവും ഇല്ലാത്ത ഒരു കാര്യമായിരിക്കും ഇന്ന് നിങ്ങൾ ചെയ്യണത്. ഏത് കാണാമറയത്തിരുന്ന് ചെയ്താലും ശരി, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയം വരുമ്പം ആ സമയത്ത് നിങ്ങളുടെ മക്കൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിന് അനേകരട്ടി, ഇന്ന് നിങ്ങൾ ചെറിയൊരു കാറ്റ് പതച്ചാൽ അന്നൊരു കൊടുങ്കാറ്റ് പോലെ ഇത് വരും. ഞാൻ ഓർക്കേണ്ടത്, ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് അതിൻ്റെ അനേക ഇരട്ടിയായിട്ട് അമർത്തി കുലുക്കി നിറച്ചളന്ന് തിരിച്ചിട്ട് തരികയാണ് ദൈവം. ഞാൻ എന്തൊക്കെ ചെയ്തോ അതിൻ്റെ അനേക ഇരട്ടിയായി തിരിച്ചിങ്ങോട്ട് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എത്ര രഹസ്യമായിട്ട് എത്ര കാണാമറന്ന് ആരും അറിയുന്നില്ലെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തിയാണെങ്കിൽ പോലും നാളെ നിങ്ങളുടെ ഒരു സമയത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ നിർണായക ഘട്ടത്തിൽ അനേക ഇരട്ടിയായി അത് അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിൽ കൊണ്ടുവന്നിട്ട് തരും. അതുപോലെ ഇത് ശക്തമാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങൾ അപ്പനെ നേരെ നിങ്ങൾ ജീവിതത്തെ വിളിച്ച് കാലും പൊക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതല്ല ഒരു വിശ്വാസിയുടെ രീതി, അതല്ല ഒരു കുടുംബത്തിൻ്റെ രീതി. മക്കൾ മാതാപിതാക്കളോട് സ്നേഹത്തിലും കൃതജ്ഞതയിൽ നന്ദിയിലുമുള്ളൊരു ബന്ധത്തിൽ അടിയുറച്ച് നിൽക്കണം. അങ്ങനെ ഒരു നിന്നാൽ നമ്മൾ ചെറിയ വിധം പ്രാർത്ഥിച്ചാൽ പോലും ദൈവം വളരെ പ്രകടമായ വിധം പ്രത്യക്ഷപ്പെടും, ദൈവം ഇടപെടും. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇത് തീർച്ച, അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് ആഗ്രഹിക്കുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ വീണ്ടും ശരിയാക്കിയെടുക്കണം. തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ശരിയാക്കിയെടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കൾ തമ്മിലുള്ള ബന്ധം, ഇതൊരു നിസ്സാര കാര്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത് ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അവരുടേതായ കുറച്ച് ബലഹീനതകളും കുറച്ച് കുറ്റങ്ങളും കുറച്ച് കുറവുകളുണ്ട്. അങ്ങനെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ഒരു അപ്പനും ഒരു അമ്മയും ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. കുറ്റങ്ങളും കുറവുകളും ഉള്ള മാതാപിതാക്കളുടെ കൂടെ ജീവിച്ച് വിജയിക്കുന്നതിലാണ് നമ്മുടെ മഹിമ ഇരിക്കുന്നത്. 100% വിശുദ്ധ മാലാഖമാരെ പോലുള്ള 2 അപ്പനും അമ്മയാണെങ്കിൽ അതിനകത്ത് വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല. അവരെ സ്നേഹിക്കാൻ ആർക്കാ ബുദ്ധിമുട്ട്? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 18 മുതൽ 23 വരെ വാക്യങ്ങൾ, അവിടെ 2 മക്കളുടെ കാര്യങ്ങൾ, വിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ
നോഹയുടെ പുത്രന്മാർ, ആ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ, ഷേം, ഹാം, യാഫത്ത് എന്നിവരായിരുന്നു. ഹാം ആയിരുന്നു കാനാന്റെ പിതാവ്. ഇവരായിരുന്നു നോഹയുടെ 3 പുത്രന്മാർ. അങ്ങനെ നോഹ ഒരു മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിച്ചു. മുന്തിരിത്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പരിപാടിയാണ് വീഞ്ഞുണ്ടാകുക. അങ്ങനെ വീഞ്ഞ് കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ 2 സഹോദരന്മാരോട്, അതാണ് ഗംഭീര പരിപാടി. അതായത് ഹാം എന്ന് പറഞ്ഞ സഹോദരൻ എന്തോ ബൈ ചാൻസ് എന്തോ കാര്യത്തിൽ എടുക്കാൻ വന്നപ്പോൾ ഇതാ കിടക്കണു, അവൻ ഉടനെ ഓടി പുറത്ത് കിടന്നു. അവൻ ബാക്കി മൂന്ന് പേരാണ്, 2 പേർ, ഒരാൾ കണ്ടിട്ടുള്ളൂ, ബാക്കി 2 പേര് കണ്ടിട്ടില്ല. ഉടനെ പറഞ്ഞേ കൂട്ടരെ ഓടി വാ എന്ന് പറഞ്ഞു. ഇപ്പൊ വന്ന ഒരു സൂത്രം കാണിച്ചു. അപ്പൻ്റെ ഒരു ബലഹീനത അവൻ സെലിബ്രേറ്റ് ചെയ്യാണ്. അവൻ എല്ലാവരും വിളിക്കുകയാണ്, വാ ഓടി വാ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ അത് എന്തായിരിക്കും, തൊട്ടടുത്ത് ഒന്നും പേടിക്കേണ്ട, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഉണ്ടാവും. ഷേമും യാഫത്തും അവർ 2 പേരും ഡീസൻ്റ്, ഒരു നൊബിലിറ്റി ഉള്ളവരാണ്. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവർ പുറകോട്ട് നടന്നു പോയത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത അവർ കണ്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ അവരുടെ ഒരു ജെന്റിൽനെസ് ആണത്. സ്വന്തം അപ്പൻ്റെ ഒരു കുറവ്, സ്വന്തം അപ്പൻ്റെ ഒരു ബലഹീനത അത് കൊട്ടിഘോഷിച്ച് 10 പേരെ അറിയിച്ച് അപ്പനെ നാണക്കേടുണ്ടാക്കുന്നത് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവർ അപ്പൻ്റെ ബലഹീനതയിൽ അപ്പൻ്റെ കൂടെ നിന്നു, അപ്പൻ്റെ കുറവിൽ അപ്പൻ്റെ കൂടെ നിന്നു. ഒരുപക്ഷെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അപ്പൻ മദ്യപിക്കുന്നൊരു അപ്പനായിരിക്കാം, നമ്മുടെ അപ്പൻ ഒരു പക്ഷേ മുൻകോപിയായിരിക്കാം, നമ്മുടെ അപ്പൻ ഒരു പക്ഷേ പലതരത്തിലുള്ള കുറവുകളും പലതരത്തിലുള്ള മാനുഷികമായ ബലഹീനതകളുള്ളൊരു അപ്പനായിരിക്കാം, കുടുംബത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, നമ്മുടെ അമ്മയ്ക്കും അങ്ങനെ ഉണ്ടായിരിക്കാം. അത് എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് നമ്മളായിട്ട് അത് കൂടുതൽ വഷളാക്കരുത്. നമ്മുടെ അപ്പൻ്റെ ബലഹീനതയിൽ, നമ്മുടെ അമ്മയുടെ ബലഹീനതയിൽ കൂടെ നിൽക്കുക. ആ ബലഹീനത നിൻ്റെ നല്ല സ്വഭാവം കൊണ്ട് കവർ ചെയ്ത് അപ്പന് വേണ്ടി നീ ഒരു നല്ല മനുഷ്യനായി മാറണം. അപ്പൻ്റെ കുറവിൽ അപ്പനെ ബലപ്പെടുത്തുന്ന നല്ലൊരു സഹായിയായി നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ അപ്പൻ്റെ കൂടെ നീ ഉണ്ടാകണം. നിൻ്റെ അമ്മയുടെ കൂടെ ബലഹീനതയിൽ നീ അമ്മയുടെ കൂടെ നീ ഉണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ അപ്പൻ്റെ സ്ഥാനത്തുള്ളവർ, അപ്പൻ്റെ ആ സ്ഥിതിയിലുള്ളവരോട് ആദരവ് കലർന്ന ഒരു ബഹുമാനം, വാക്കിലും പെരുമാറ്റത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കണം. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയോടുള്ള ബന്ധം, ഭർത്താവിനോടുള്ള ബന്ധം, ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രത, ഒരു ചെറിയ പൊടി പോലും വന്നാൽ അത് അവഗണിക്കപ്പെടാൻ പാടില്ല. അത് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെ ബാധിക്കും. 2ാമത്തെ മേഖലയാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. 2 കരങ്ങളും കൂപ്പിപ്പിടിക്കാം. ഇന്ന് നമ്മുടെ അപ്പനോടുള്ള ബന്ധം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൻ മരിച്ചിട്ട് എത്രയോ കാലമായി. ആ സിമിത്തേരിയിൽ നിന്ന് പോകാൻ, ആ അപ്പനെ ഒന്ന് ഓർക്കാൻ, ആ അപ്പന് വേണ്ടി ഒരു കുർബാന അർപ്പിക്കാൻ, ആ അപ്പന് വേണ്ടി എന്തെങ്കിലും ഒരു സൽകൃതം ചെയ്യാനായിട്ട് തിരക്കിനിടയിൽ മറന്നുപോയ അവസ്ഥ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. പേരൻസിനോടുള്ള ബന്ധം നന്നായിട്ട് കീപ്പ് ചെയ്യാനുള്ള അനുഗ്രഹം നമുക്ക് ചോദിക്കാം. ഒരുപക്ഷെ അപ്പൻ മരിച്ചിട്ട് വേറെ വർഷങ്ങളായെങ്കിലും പ്രിയപ്പെട്ട മക്കളെ, ആ ബന്ധം നമ്മൾ അവഗണിക്കരുത്. സന്ധ്യാപ്രാർത്ഥനയിൽ എപ്പോഴും അപ്പനെ കൂടെ പങ്കാളിയാക്കണം. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല അപ്പനും അമ്മയും തമ്മിലുള്ള നമ്മുടെ ബന്ധം. അത് നമ്മളെന്നും പവിത്രമായി കാത്തു സൂക്ഷിക്കണം. ഒരുപക്ഷെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ അപ്പൻ ചിലത് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അമ്മ ചിലത് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റിയില്ല. ഭയങ്കരമായ വഴക്കായി, ബന്ധങ്ങളൊക്കെ മുറിച്ചു. എങ്കിൽ ഇന്ന് തീരുമാനം എടുക്കണം. ഞാൻ അമ്മയോട് ഹൃദയം കൊണ്ട് ക്ഷമിക്കും, ഞാൻ എൻ്റെ അപ്പനോട് ഹൃദയം കൊണ്ട് ക്ഷമിക്കും. ഒരുപക്ഷെ മറക്കാൻ പറ്റാത്ത വിധമുള്ള ചില വേദനകളുണ്ടായിരിക്കാം. പക്ഷേ അത് ക്ഷമിച്ച് നീ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അത് ക്ഷമിച്ച് നീ അപ്പനോട് ഹൃദയം കൊണ്ട് രമ്യതപ്പെട്ടാൽ, ആദരിച്ചാൽ, അതിനൊരു അനുഗ്രഹം ദൈവത്തിലും നിനക്ക് ലഭിക്കും. കൈകൾ കൂപ്പി ഈ നിമിഷം സ്വന്തം അപ്പനെയും അമ്മേനെയും ഓർത്ത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് എനിക്ക് തന്ന അപ്പൻ, അവിടുന്ന് എനിക്ക് തന്ന അമ്മ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന കർത്താവേ.
ഇവരെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. പല നാളെന്നെ ലാളിച്ചെന്നപ്പൻ, ഒരു നാളെന്നെ ശാസിച്ചപ്പോ, പല നാളെന്നെ സ്നേഹിച്ചെന്നമ്മ, ഒരു നാളെന്നെ നോവിച്ചപ്പോ, സ്നേഹിച്ച വാക്കും ലാളിച്ച നാളും നോവിച്ച നേരത്ത് ഞാൻ മറന്നു. സ്നേഹിച്ച വാക്കും ലാളിച്ച നാളും നോവിച്ച നേരത്ത് ഞാൻ മറന്നു. ഈശോയെ ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ, എന്റെ യേശുവേ. ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ കൂപ്പി ഈ സമയം എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ തീരെ ചെറിയവരാണ്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ മഹാപാപികളാണ് കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. ഞങ്ങളുടെ പാപം നിമിത്തമാണ് അവിടുന്ന് കുരിശിൽ കിടന്ന് മരിച്ചത്. കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയുടെ അത്ഭുത ശക്തി ഞങ്ങൾക്ക് തരണമേ. അഹങ്കാരത്തെ അവിടുന്ന് കഴുകി കളയണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ മാറ്റി പ്രാർത്ഥിക്കാനുള്ളൊരു തുറവി ആത്മാവിന് ഞങ്ങൾക്ക് തരണമേ. ഈ സമയം രോഗമുള്ള മക്കൾ, രോഗമുള്ള മേഖലകളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വെച്ച് കൊള്ളുക. കുഞ്ഞുങ്ങൾ രോഗികളാണെങ്കിൽ, കുടുംബാംഗങ്ങൾ ആരെങ്കിലും രോഗമുള്ളവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ബാക്കിയുള്ളവരെല്ലാം കൈകൾ ഉയർത്തി സ്തുതിക്കുക. ഈ സമയം ഈശോയുടെ ആശീർവാദം നൽകപ്പെടുമ്പോൾ, ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുമ്പോൾ സ്വർഗീയ ശക്തി കുടുംബത്തിലേക്കും സമൂഹങ്ങളിലേക്കും ദൈവ സ്വർഗത്തിൽ നിന്ന് വർഷിക്കുകയാണ്. ഇപ്പോൾ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ വലിയൊരു ശുശ്രൂഷയാണത്. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കുന്നു. രോഗങ്ങൾ വിട്ടുമാറുന്നു, ഭൂതങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, ബാധകളും കൂടോത്ര ശക്തികളും കത്തിച്ചാമ്പലാകുന്നു, അന്ധകാരങ്ങൾ നീങ്ങുന്നു, വിടുതൽ സംഭവിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, രോഗികളുടെ മേൽ അത്യുന്നത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. തകർന്നവരുടെ മേൽ ദൈവശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. ഓ, കുടുംബങ്ങളുടെ മേൽ കർത്താവിന് ശക്തി വന്ന് കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന പൈശാചിക വീടുകൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. വിദ്യാർത്ഥികളെയും യുവതിവാക്കന്മാരെയും കുടുംബങ്ങളെയും ബിസിനസ്സുകാരെയും കൃഷിക്കാരെയും പ്രാർത്ഥിക്കാൻ തടസ്സമുള്ളവരെയും ആത്മീയ ബന്ധനത്തിൽ കിടക്കുന്നവർ, പാപത്തിന് അടിമത്തത്തിൽ കിടക്കുന്നവർ, മദ്യപാനത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിരാശ വിട്ടുപോകട്ടെ, ആത്മഹത്യ ചിന്തകൾ വിട്ടുപോകട്ടെ, തളർച്ച മാറട്ടെ, വിഷാദങ്ങൾ നീങ്ങട്ടെ, സംശയരോഗങ്ങൾ മാറട്ടെ, സൗഖ്യമില്ലാത്ത രോഗങ്ങൾ യേശു നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധനയും സ്തുതി